കൂട്ടുകാരെ നമസ്കാരം. നമുക്ക് രസകരമായ ഒരു ആംഗ്യപ്പാട്ട് കേട്ടാലോ? എന്റെ ആംഗ്യപ്പാട്ടിന്റെ പേരാണ് നെയ്യപ്പക്കൊതി. നെയ്യപ്പം എന്ന് കേട്ടാൽ ആർക്കാ കൊതിരാത്തത്? അല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ നെയ്യപ്പം? നെയ്യപ്പക്കൊതി മൂത്ത അപ്പൂപ്പനും അമ്മൂമ്മക്കും ഒടുവിൽ എന്താ സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കിയാലോ. കൊച്ചു പൂരക്കിളി അപ്പൂപ്പൻ, പിച്ചക്കാരനൊരപ്പൂപ്പൻ, പിച്ചക്കൊരു നാൾ പോയപ്പോൾ പച്ചിരി കിട്ടി ഇരുനാഴി. പച്ചിരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചു പൂരക്കിളി ചെന്നപ്പോൾ അമ്മൂമ്മക്കൊരു കൊതി തോന്നി, അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചിരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്തു കലക്കിയിട്ട് ചൂട് പറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മുമ്മ. ഹയ്യട ഹയ്യ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധുപൂരിടും നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം. വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇത് കണ്ടപ്പോൾ അമ്മുമ്മയ്ക്ക് അരിശം വന്നു പെട്ടെന്ന്. അത് പറഞ്ഞു മുപ്പീനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം. അമ്പടി കള്ളി കൊതിയെത്തി കുമ്പ കുലുക്കി തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം വാശി പിടിച്ചു അപ്പൂപ്പൻ. തിപ്പു കാച്ചത് ഞാനല്ലേ, അപ്പം ചുട്ടത് ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം വിളിച്ചു കൂടി അമ്മുമ്മ. ഇരുവരും അങ്ങനെ വാശിക്കിടായി വാശി മുറിത്തിട്ടടിപിടിയായി. അമ്മുമ്മക്കൊരു കടി കിട്ടി, അപ്പൂപ്പനൊരു കടി കിട്ടി. ദിശും ദിശും കണ്ടപ്പോൾ അടിപിടി ഇടിപിടി മൂത്തപ്പോൾ നല്ലൊരു വഴി കണ്ടെത്തി വീരൻ നമ്മുടെ അപ്പൂപ്പൻ. ഒത്തിരി നേരം രണ്ടാളും കുത്തിയിരിക്കാൻ മിണ്ടാതെ. ആദ്യം മിണ്ടാൽ കൊച്ചപ്പം, മറ്റേയാൾക്കോ രണ്ടപ്പം. അമ്മുമ്മയ്ക്കത് സമ്മതമായി. അങ്ങനെ തർക്കം നിമ്മതിയായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവരാന്തയിൽ രണ്ടാളും കുത്തിയിരിക്കാൻ മിണ്ടാതെ. പെട്ടെന്നുള്ളിൽ അടുക്കളയിൽ തടുമുടെ എന്നോ ഒച്ച കേട്ടു. വിളി കേട്ടു. അയ്യോ, പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മുമ്മ. അയ്യേ, വെച്ചിൽ തൊച്ചല്ലോ തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടി ചെന്നപ്പോ കൂട്ടമൊഴിഞ്ഞു കിടപ്പുണ്ട്, കുട്ടയൊഴിഞ്ഞു കിടപ്പുണ്ട്. ഉണ്ട് കണ്ണും ഇടിച്ചിട്ട് ചുണ്ടും നക്കി നുണഞ്ഞിട്ട് ജനലും ചാടി മറിഞ്ഞിട്ട് കള്ളിപ്പൂച്ച കരിമ്പൂച്ച ഒഴിഞ്ഞ കൊട്ടയിൽ നോക്കിയിട്ട് ഒട്ടയമാറും തടകിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും പായ വിരിച്ചു